friends. Entry. On the way ആണ് നമുക്ക് ഇനി ജസ്റ്റ് എത്താറായി ഇനി ഗേറ്റിലെത്തി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അകത്തോട്ട് പോകാനായിട്ട്. ഇത് എൻട്രൻസ് ആണ്. ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ട്സ് എഴുതിയിട്ടുണ്ട്. കുറച്ച് സ്ലോ ആയിട്ട് നമ്മൾ കൊണ്ടുപോവുകയാണ് അതൊന്ന് എടുക്കാനായിട്ട്. ഇനി ഇവിടുന്ന് അകത്ത് കയറിയിട്ട് കുറേ ദൂരം അങ്ങ് ചെന്നാലേ പാർക്കിംഗ് ആവുള്ളൂ. പാർക്കിംഗ് സ്ലോട്ടിൽ നിന്ന് വേണം പിന്നെ നമുക്ക് അതിനകത്തോട്ട് എൻട്രി ചെയ്യാൻ. ഇവിടെ അട്രാക്ഷൻസ് ആയിട്ട് കുറേ കാര്യങ്ങൾ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അങ്ങ് ചെന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. നമ്മളിവിടെ പാർക്കിങ്ങിലെത്തി. ഇനി നമുക്ക് അകത്തോട്ട് പോകാം. പാർക്കിംഗ് ചെയ്തു. ഇനി നമുക്ക് മുന്നിൽ കാണുന്നത് റിവർ ലാൻഡ് ആണ്. ഇനി ഇതിനകത്തോട്ട് പോകാം ആദ്യം. ഇവിടെ റിവർ ലാൻഡ്, ലെഗോലാൻഡ്, ദെൻ നമ്മളുടെ മൂവീസിന്റെ എല്ലാം ബോളിവുഡ് പാർക്സ്. അത് 3 സ്ഥലമാണ് നമുക്ക് മെയിൻലി വിസിറ്റ് ചെയ്യാനുള്ളത്. ആദ്യം നമുക്ക് റിവർ ലാൻഡിൽ നിന്ന് പിന്നെ ലെഗോലാൻഡിലോട്ട് പോകാം. ഇവിടെ നമ്മൾ എത്തിയപ്പോൾ ഒരു ഈവനിങ് ടൈം ആയിരുന്നു. സൺസെറ്റ് ഒക്കെ ആവുന്നു. അപ്പം കുറച്ചൊരു ഡാർക്കായിട്ടാണ് നമ്മളുടെ ഷൂട്ടെല്ലാം വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ നല്ല ചൂട് സമയത്താണ് ഞങ്ങൾ പോയി. അതുകൊണ്ട് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത വെതറായിരുന്നു, ചൂടായിരുന്നു. അപ്പോൾ ഇതൊരു ഓപ്പൺ ഏരിയയിലാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എ സി ഒക്കെ അകത്തേ ഉള്ളൂ. പുറത്ത് നമ്മൾക്ക് കാണാനുള്ളിടത്തൊന്നും എ സി ഇല്ല. അപ്പം കുറച്ച് ഹോട്ട് വെതറിൽ പോകാതിരിക്കുന്നതാണ് നല്ല. ഒരു അല്പം ക്ലൈമറ്റ് ഒന്ന് ചൂട് മാറിയിട്ട് പോകുന്നതാണ് എപ്പോഴും ഇവിടെ നല്ലത്. ഇവിടെ നല്ലൊരു കോർണിഷ് പോലെയുണ്ട്. അപ്പം അത് കാണാൻ നല്ലതാണ്. കുറച്ച് ഏരിയ ഇങ്ങനെ ഒരു കോർണിഷ് പോലെ ഉണ്ട്. അപ്പം അവിടെ വൈകിട്ട് ഇപ്പോൾ ഈ സമയത്ത് നിൽക്കുന്നതൊക്കെ നല്ലൊരു രസമാണ്, നല്ല സുഖമാണ്. ഫുൾ കറങ്ങാൻ കോറിയുണ്ട് അകത്ത്. കുറേ ഏറെ കാണാനുണ്ട്. വീഡിയോ എടുക്കാമോ? വീഡിയോ നമ്മളിവിടെ വന്നത് കുറച്ച് സൺസെറ്റ് സമയത്താണ്. അപ്പം അവിടെ കുറച്ച് സൺസെറ്റ് നോക്കിയാൽ ആ ഓപ്പോസിറ്റിലെ സൺസെറ്റ് ഇങ്ങനെ കാണാം. നല്ലൊരു സീനാണത്. ഈവനിങ് ആയി, അതുകൊണ്ടാണ് കുറച്ചുകൂടെ പകല് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിട്ട് ക്ലിപ്പ് കിട്ടും. പക്ഷേ ഇവിടെ ഇതിനകത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ നൈറ്റിൽ ഈവനിങ്ങിൽ വരുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. എല്ലാം ക്ലിയർ ആയിട്ട് ലൈറ്റിംഗ് ഒക്കെ കാണണമെങ്കിൽ. നമ്മളിവിടെ ലെഗോലാൻഡിന്റെ മുന്നിലാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഇവിടെ ലെഗോലാൻഡ് എന്നും പറഞ്ഞ് റിവർ ലാൻഡിനോട് ചേർന്ന് തന്നെയുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരു എന്താ പറഞ്ഞ കളിക്കാൻ അല്ലെ അഡ്വഞ്ചർ ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഒരു പ്രാവശ്യം വൺ ടൈം വിസിറ്റ് എന്തായാലും നല്ലതാണ്.
നമ്മൾ ബോളിവുഡ് പാർക്കിലോട്ട് എൻട്രി ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു കൈ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എൻട്രൻസിൽ, വലിയ 2 കൈകൾ. നല്ലൊരു അട്രാക്ഷനാണ്, അത് കാണാൻ നല്ല രസമാണ്. ചേട്ടൻ അവിടെ നിന്ന് നല്ല തകൃതിയായിട്ട് ഫോട്ടോ എടുപ്പാണ് കേട്ടോ. നമ്മളങ്ങനെ ബോളിവുഡ് പാർക്കിൽ എൻട്രി ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ബോളിവുഡ് പാർക്കിൻ്റെ ഗേറ്റിൽ വന്നു. ദുബായ് ബോളിവുഡ് പാർക്കിൻ്റെ ഗേറ്റിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി അകത്തോട്ട് കയറാം. നമ്മളുടെ ഓരോ മൂവീസിൻ്റെ ഒക്കെ നമുക്ക് ഇത് കാണാം. ഇതാണ് ഐ തിങ്ക് ദബംഗല്ലേ, ഇത് ദബംഗ് അല്ല. ഇതിങ്ങനെ നമ്മുടെ ഓരോരോ ബോളിവുഡ് ടീമാണ്. ഷാറുഖ് ഖാൻ, അങ്ങനെ ഇവിടെ ഇനി കുറച്ച് വേറെ ഓരോരോ മൂവീസിൻ്റെ ഉണ്ടല്ലോ, അതെനിക്ക് കാണാനായിട്ട്. ഇതാണ് നമ്മുടെ സ്നാക്സ് സെൻ്ററാണ്. ഇവിടെ വന്ന് നമുക്കൊരു കൂപ്പൺ വാങ്ങിയാൽ നമുക്ക് സ്നാക്സ് കിട്ടും അകത്ത്. നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിനകത്തുണ്ട്. കുറേ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ ചെറിയ ഈറ്ററീസുമുണ്ട്. അത്ര എന്താ പറഞ്ഞ, ബാക്കിയെല്ലാം നമുക്ക് ഇൻസൈഡാണ്, വലിയ റെസ്റ്റോറൻറ്റ്സും ഒക്കെ. ഇവിടെ ഇങ്ങനെ വലിയ ഓരോരോ സ്ക്രീൻസ് ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. മുംബൈ അങ്ങനെ ഓരോരോ സ്പേസിന്റെ പേര് പറഞ്ഞ്. അപ്പോൾ നമ്മളെ ഒരു എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയാണ്. വലിയ വലിയ നമ്മളുടെ ഫേമസ് പിക്ചേഴ്സിന്റെ ഓരോരോ സീൻസ് അതിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇവിടെ ഇനി നമുക്ക് രാജ്മഹൽ തിയേറ്ററാണ് ഉള്ളത് ആ കാണുന്നത്. അപ്പം രാജ്മഹൽ തിയേറ്ററിൽ നമുക്കിവിടെ ടിക്കറ്റിന്റെ ഓഫേഴ്സ് ചിലപ്പം കിട്ടും, പിക്ചർ കാണാനുള്ള. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രീ മൂവിയും കാണാം വന്നെല്ലാം കണ്ടു കഴിഞ്ഞ്. അപ്പോൾ ആ രാജ്മഹലിൽ നമുക്ക് മൂവി കാണാനുള്ള സ്ഥലമാണ്.
ബോളിവുഡ് ഫിലിം സ്റ്റുഡിയോസ്. ബജ്രംഗി ഭായിജാൻ, 3 Idiots, Studio 44. ഇവിടെ നമ്മൾ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഹാൾ ഓഫ് സൂപ്പർ ഹീറോസ്, ഇവിടെ കുറച്ച് സ്റ്റുഡിയോസ്, അങ്ങനെ നമ്മളുടെ സൂപ്പർ ഹീറോസിന്റെ കൊച്ചു ഹിന്ദി മൂവീസ്, സൂപ്പർ ഹീറോസ് അതായത് ക്രിഷ്, മെയിൻലി രാവണ്ണ, ഇതിന്റെയൊക്കെ ലഗാന്, ഇതിന്റെ എല്ലാം മൂവീസ്, ഇതിന്റെ റൈഡ്സ് ആണ് ഇനിയുള്ളത്. ഇത് രാവണ്ണ, പിന്നെ ക്രിഷ്, ലഗാന്, ഷോലെ, ഇതിന്റെ എല്ലാം റൈഡ്സ് ഉണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് തിങ് കാണാനായിട്ടുള്ളത്. കുട്ടികൾക്ക് സ്പെഷ്യലി നല്ല ഇഷ്ടപ്പെടും. എനിക്കതിനി അത് മാറ്റേണ്ടി വരും. വോയിസ് നോക്കാം. രാവൺ, ഇവിടെ രാവണിന്റെ ഷാരൂഖിനെയാണ് ഈ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് അവരവിടെ കാണിക്കാനായിട്ട്. ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ് അത്രേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് നമ്മൾ അകത്ത് ഒരു ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ കയറണം. ഒരു 10 മിനിറ്റ് നമുക്കൊരു റൈഡ് ഉണ്ട് രാവണിന്റെ, അത് സൂപ്പറാണ്. നമ്മൾ ഇവിടെ നിന്ന് ഇനി പോകുന്നത് ക്രിഷ് മൂവിയുടെ സ്റ്റുഡിയോയിലോട്ടാണ്. അവിടെ നമുക്ക് ആദ്യം നമ്മളെ റൈഡിന് ഇരുത്തുന്നതിന് മുന്നേ നമുക്ക് ഫുൾ ഒരു ട്രെയിനിങ്, അല്ലെങ്കിൽ നമുക്കൊരു പ്രൊമോ പോലെ കാണിക്കും. അത് പറയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിയേറ്ററിനകത്ത് എൻട്രി ചെയ്യാം. ചെയറിൽ നമ്മളെ അവർ ടൈറ്റായിട്ട് അവർ ലോക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ബിയോണ്ട് വേർഡ്സ് ആണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഐ വാസ് സോ സ്കേർഡ് ആക്ച്വലി. ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ മൂവിയുടെയൊക്കെ റൈഡ് ചെയ്യുക. ക്രിഷ് മൂവി ഒരു സൈഫൈ മൂവി ആയതുകൊണ്ട് അതൊരു സൈഫൈ റൈഡ് തന്നെയായിരുന്നു. നമ്മൾ ചെയറിൽ കയറി ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നില്ല നമ്മൾ ചെയറിലാണെന്ന്. നമുക്ക് തോന്നുന്നു നമ്മൾ ക്രിഷിൻ്റെ കൂടെ ഹോൾ സ്പേസിലെല്ലാം കറങ്ങി വന്നു. ആൻഡ് പെട്ടെന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെന്നൊക്കെ ലേഡീസിനൊക്കെ ചിലപ്പോൾ സ്കേഡ് ആവാം. ഞാൻ ഒത്തിരി സ്കേഡായി. കാരണം ഞാൻ ഇതിനു മുന്നേ റൈഡ്സ് ഒന്നും ചെയ്തിട്ടില്ല. ഇറ്റ് വാസ് നോ സം എക്സ്പീരിയൻസ് ബിയോണ്ട് വേർഡ്സ് റിയലി. ഇവിടെ വന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബോളിവുഡ് പാർക്കിൽ എനിക്ക് വന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിഷിന്റെ റൈഡാണ് ഏറ്റവും ബെസ്റ്റ്. ഇവിടുന്ന് നമ്മൾ ക്രിഷിന്റെ റൈഡ് കാണാനായിട്ട് കയറും. അകത്ത് ഫുൾ ഇരുട്ടാണ്, അവിടെ കുറച്ച് ഡാർക്കാണ്. അപ്പം ഇവർ നമ്മളെ അതെങ്ങനെ ഇരിക്കണമെന്നൊക്കെ ഒന്ന് കാണിച്ചു തരും. എന്നിട്ടാണ് കയറ്റുക. കൊണ്ടാണ് കുറച്ച് നമുക്കെല്ലാം ശരിക്കും ക്ലിയറായിട്ട് കാണാൻ പറ്റാത്തത്. ഇവിടെ കുറേ ഉണ്ട് കാണാനായിട്ട്. ഇങ്ങനെ വെറുതെ കിടക്കും ഓരോരോ ബോളിവുഡിലെ ഓരോരോ ഷോയ്, റൈഡ്സ്. ഒക്കെ ലഗാൻ്റെ റൈഡുണ്ട് ഇവിടെ. അത് ലഗാൻ മൂവിയുടെ റൈഡുണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് മൂവി കണ്ട ഒരു ഇതാവും. ഇവിടെ നമ്മൾ ഇനി ഒരു ക്യൂവിൽ നിന്നിട്ടാണ് ലഗാൻ്റെ റൈഡിന് ടിക്കറ്റ് എടുക്കാൻ പോണേ. അപ്പോൾ ഇവിടെ ഇപ്പം അകത്ത് കയറി കഴിയുമ്പോൾ ഈ കാണുന്നത് നമ്മളുടെ ലഗാൻ പിക്ചറിന്റെ കുറച്ച് സീൻസ്. അമീർ ഖാൻ ഡബിൾ റോളിൽ ജസ്റ്റ് ഒരു ഫണി വേയിലാണ്
ജസ്റ്റ് പബ്ലിക്കിനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി അവിടെ കുറച്ച് ക്ലിപ്സ് നമ്മളെ കാണിക്കുന്നത്. നല്ലൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണത്. Famous challenge. You beat us in this game, and I'll cancel your tax. लेकिन कहीं तुम हार गया तो तुम हमको ट्रिपल टैक्स यानी 3 गुना लगा देगा. ये सिर्फ खेल नहीं है जो हम किसी के मौज मनोरंजन के लिए खेलते हैं. ये लड़ाई है जो हम कब जीतनी. हमारा मकसद से निरेक है लगान से मुक्ति, गांव की खुशहाली. और हमका पूरा भरोसा है कि सच और साहस है जिसके मन में अंत में जीत उसी की है. ഇവിടെ നമ്മൾ ലഗാൻ്റെ റൈഡ് കഴിഞ്ഞ് ഷോലയുടെ റൈഡ് കാണാനായിട്ട് അവിടെ എത്തി. ഇങ്ങനെ രാംഗഡ് സ്റ്റേഷൻ അങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ മൂവിയിലുള്ള പോലെ തന്നെ കുറേ അട്രാക്റ്റിങ്ങിന് വേണ്ടി, കുറച്ച് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി